രാഹുൽ ഗാന്ധിയുടെ വിദേശയാത്രയിൽ കോൺഗ്രസിൽ അമർഷം. നിർണായക ഘട്ടങ്ങളിൽ രാഹുലിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നില്ലെന്നാണ് വിമർശനം. പ്രിയങ്ക ഗാന്ധിയെ മുന്നിൽ നിർത്തി പ്രവർത്തിക്കണമെന്ന് കോൺഗ്രസ് എംപി ഇമ്രാൻ മസൂദ് ആവശ്യപ്പെട്ടു. പി ആർ സുനിൽ നമുക്കൊപ്പം. പി ആർ സുനിൽ, നിർണായക ഘട്ടങ്ങളിൽ രാഹുൽ ഗാന്ധി എവിടെ എന്നുള്ള ചോദ്യം ഭരണപക്ഷം ഉയർത്തിക്കൊണ്ട് ആക്രമിക്കുകയാണ്. മുന്നിൽ നിന്ന് നയിക്കേണ്ട പ്രതിപക്ഷ നേതാവ് എവിടെയെന്ന ചോദ്യം മുന്നണിക്കുള്ളിൽ, പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയരുകയാണോ ഇപ്പോൾ ഇമ്രാൻ മസൂദിലൂടെ? സുജിയ, തീർച്ചയായും ഈ വിഷയം കോൺഗ്രസിൽ പുകയുകയാണ്. ഏതായാലും രാഹുൽ ഗാന്ധി വിദേശത്തേക്ക് പോയ സമയം എന്നത് പാർലമെന്റിൽ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരമുള്ള BBG റാംജി ബില്ല് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സമയമായിരുന്നു. പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെ വലിയ പ്രതിഷേധ രംഗത്ത് ഇറങ്ങി നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി ജർമ്മനിയിൽ BMW കാർ കമ്പനിയിൽ നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെയാണ് പുറത്തു വന്നത്. രാഹുൽ ഗാന്ധി തന്നെയാണ് ആ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തുവിട്ടത്. ഏതായാലും ഇത് നല്ല സന്ദേശമല്ല നൽകിയത് എന്നാണ് പൊതുവെ ഇപ്പോൾ കോൺഗ്രസിലെ പല നേതാക്കളും ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്തരത്തിൽ നിർണായക ഘട്ടത്തിൽ, രാഷ്ട്രീയമായി വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിൽ, പ്രാധാന്യമുള്ള സമയങ്ങളിൽ രാഹുൽ ഗാന്ധിയുടെ പ്രാതിനിധ്യം, സാന്നിധ്യം കോൺഗ്രസിന്റെ നേതൃനിരയിൽ ഉണ്ടാകുന്നില്ല എന്ന വിമർശനമാണ് ഏതായാലും കോൺഗ്രസിലെ പല നേതാക്കളും ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഉത്തർപ്രദേശിലെ ഷെഹർപൂരിൽ നിന്നുള്ള കോൺഗ്രസിന്റെ MP ആയ ഇമ്രാൻ മസൂദാണ് പ്രിയങ്ക ഗാന്ധിയെ മുന്നിൽ നിർത്തണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കണം എന്ന ആവശ്യവും ഇമ്രാൻ മസൂദ് മുന്നോട്ട് വയ്ക്കുകയാണ്. പ്രിയങ്ക ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കിയാൽ ഇന്ദിരാഗാന്ധിയെ പോലെ ശക്തിയായ പ്രധാനമന്ത്രിയായിരിക്കും പ്രിയങ്ക ഗാന്ധി എന്നുകൂടി ഇമ്രാൻ മസൂദ് പറയുകയാണ്. ഏതായാലും രാഹുൽ ഗാന്ധിയിൽ ഇപ്പോൾ കോൺഗ്രസിലെ പല നേതാക്കൾക്കും വിശ്വാസമില്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് പൊതുവെ ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും രാഹുൽ ഗാന്ധി ഈ വിദേശയാത്ര നടത്തിയത് അനുചിതമായി പോയി, അനവസരത്തിലായി പോയി എന്ന ഒരു വിമർശനം തന്നെയാണ് കോൺഗ്രസിനകത്ത് ശക്തമാകുന്നത്. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡോ ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുന്നുണ്ടോ? കാരണം ഉത്തരം പറയേണ്ട ഒരു ചോദ്യമായി ഇത് നിൽക്കുകയല്ലേ? ഉറപ്പായും സുജി, ഏതായാലും ഈ വിഷയത്തിൽ പരസ്യമായി ആരെങ്കിലും ഒരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടില്ല. പക്ഷേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രതികരണം ഹൈക്കമാൻഡിന് നടത്തേണ്ടി വരും. നേരത്തെ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഈ ഒരു ഘട്ടത്തിൽ വിദേശത്തേക്ക് പോകുന്നുവെന്ന് ചില മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് പ്രധാനമന്ത്രി വിദേശത്തേക്ക് പോകുന്നു എന്ന മറു ചോദ്യമാണ് കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ പരസ്യമായി നടത്തിയത്. പക്ഷേ കോൺഗ്രസിനകത്ത് ഒപ്പം തന്നെ രഹസ്യമായൊക്കെ തന്നെ ഇവർ പങ്കുവയ്ക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ നിലപാടിനെതിരെയുള്ള ഒരു വിമർശനം തന്നെയാണ്, വിലയിരുത്തൽ തന്നെയാണ്. ഏതായാലും 27-ാം തീയതി കോൺഗ്രസ് പ്രവർത്തക സമിതി ദില്ലിയിൽ ചേരുന്നുണ്ട്. ഒരുപക്ഷെ അതിലൊക്കെ തന്നെ ഈ വിഷയങ്ങൾ ഉയർന്നു വരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഓക്കെ, പി ആർ സുനിലാണ് വിവരങ്ങൾ നൽകിയത്.